വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഇന്ന് 16/9/2025 ട്യൂസ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഗോൾഡ് എങ്ങനെ ട്രേഡ് ചെയ്താലാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോയാണ്. ഇത് കണ്ട് ട്രേഡ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രം എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത് ബൈ ആണ്. ബൈ എന്ന് പറയുമ്പോൾ ഇന്ന് ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഹൈ റേറ്റ് ആണ്, റെക്കോർഡ് റേറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്നലെ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ സെല്ലായിരുന്നു നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഗോൾഡ് അത്യാവശ്യം ഇറങ്ങിയതിന് ശേഷമാണ് ഗോൾഡ് ഹൈ ലെവലിലേക്ക് ഒരു 6 മണിക്ക് ശേഷം മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3689.37 ആണ്. ലോവർ റേറ്റ് എന്ന് പറയുന്നത് 3674.57 വരെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ കൂടുതലും ബൈ എൻട്രികൾക്കാണ് സാധ്യതയുള്ളത്. അതായത് ഒരുപാട് വലിയൊരു റിജക്ഷനോ കാര്യങ്ങളോ സംഭവിക്കുന്നില്ല എങ്കിൽ പോലും ഹൈ റേറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പം വലിയൊരു ഫോളൊക്കെ വന്നതിന് ശേഷം വീണ്ടും ബൈയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണുള്ളത്. ഇപ്പൊ ഈ നിലവിലത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോലിയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേ മാർക്കറ്റിലെ ഒരു ഇതാണ് നമ്മൾ അനാലിസിസിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഹൈ ടൈം ഫ്രെയിമുകളിലെല്ലാം വലിയ രീതിയിലുള്ള, അതായത് നല്ല രീതിയിലുള്ള ബൈ ആണ് ട്രെൻഡ്. ഹോൾ ഗോൾഡിന്റെ മാർക്കറ്റ് ട്രെൻഡ് ബൈ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഡൗൺ ആയാലും വളരെ വേഗത്തിൽ തന്നെ ബൈയിലേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത്. അപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളൊരു ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് സ്ട്രാറ്റജി നമുക്ക് അനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈയിലാണ് എന്ന് കരുതിയിട്ട് മാത്രം നമ്മൾ സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യാതിരിക്കുക. നമ്മളുടെ പെർഫെക്റ്റ് സ്ട്രാറ്റജി വന്നാൽ മാത്രമേ നമ്മൾ സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മാർക്കറ്റ് നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. കാരണം നമ്മൾ പുതിയ തരത്തിലുള്ള, അതായത് പുതിയ പ്രൈസുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുതിയ ചാർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് കൂടുതൽ റിജക്ഷൻ വരിക എന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു മാർക്കറ്റ്, അതായത് മാർക്കറ്റ് കുറച്ച് റിസ്കിയാണ്, ഹൈ റേറ്റിലാണ്, വീണ്ടും വീണ്ടും ബൈ ഒക്കെ എടുക്കുമ്പോൾ ആളുകൾക്ക് പേടി തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏത് എൻട്രിയാണ്, ബൈ ആയാലും സെൽ ആയാലും, ഒരു പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇനി ടി പി നമ്മൾ വെക്കാനായിട്ട് വിട്ടുപോയാൽ പോലും എസ് എൽ വെക്കാൻ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ്, അതായത് ഒരു ഡേ മാർക്കറ്റ് ബൈയിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. ബൈ ആണ് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ഉള്ളത്. സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അത്രയ്ക്ക് വന്നിട്ടില്ല. പിന്നെ സ്കാൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സെല്ലായാലും ഓക്കെയാണ്. കുറച്ചൊരു ലോങ് റൺ, അതായത് ഒരു 100 പിപ്സ് 200 പിപ്സ് ആ ഒരു ലെവലിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ബൈ ആണ് കൂടുതൽ സാധ്യതയുള്ളത്. അത് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഹൈയിൽ നിന്ന് വീണ്ടും ഹൈയിലേക്ക് പോവുക എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയാലും ബൈ എൻട്രികൾ പ്ലേസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിന്റെ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മന്ത്ലി $15 ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ്. അതുപോലെ തന്നെ നമ്മൾ ഫോറക്സ് ഗോൾഡിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.